എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 13, 14, 15, 16, 17 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. വൃന്ദാവനത്തില് അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ. എല്ലാവരും യശോദയും രോഹിണിയും ഗോപന്മാരെല്ലാവരും എല്ലാവരും അങ്ങോട്ട് ഓടുകയാണ് കാളിന്തി തീരത്തിലേക്ക്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണില്ല. എല്ലാവരും കരഞ്ഞുകൊണ്ട് കൃഷ്ണൻ എന്തോ പറ്റി, അതാണ് അവരുടെ വിചാരം. നോക്കുമ്പോ എന്താ, രാമനും പോയിട്ടില്ല. ഇപ്പൊ തീർച്ചയാക്കി അവര് കൃഷ്ണൻ എന്തോ അപകടം പറ്റി, കൃഷ്ണൻ മരിച്ചു എന്ന് തന്നെയാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഭഗവാന്റെ പ്രഭാവം ഒക്കെ അവർക്ക് അറിയണതാണെങ്കിലും ആ മായ അവര് അത്ര സ്നേഹമാണ്. കണ്ണന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാണ് അവരുടെ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടുകയാണ്. എല്ലാം ഇട്ടിട്ട് സർവം ഉപേക്ഷിച്ചവർ കാളിന്തി തീരത്തിലേക്ക് അങ്ങനെ ഓടുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. താനാലക്ഷ്യഭയോദ്വിഗ്ന ഗോപാനന്ദപുരോഗമാ വിനാ രാമേണ ഗാ കൃഷ്ണം ജ്ഞാത്വാ ചാരയിതും ഗതം. ഇങ്ങനെ ആ ദോഷ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോ നന്ദൻ മുതലായ ഗോപന്മാര് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു. ശ്രീകൃഷ്ണൻ ബലരാമനോട് കൂടാതെയാണ് ഇന്ന് പശുക്കളെ മേയ്ക്കാൻ പോയിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ അവർക്ക് എന്തോ പറ്റി ഭഗവാൻ കണ്ണന്. ആ ഭയം കൊണ്ട് ആ മനസ്സിന് ലേശവും സുഖമില്ലാത്തവരായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് ഭയം കൊണ്ട് അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. എല്ലാവരും വല്ലാത്ത വിഷമം. ഭയോദ്വിഗ്നാഹ, ഭയം നിമിത്തം ദുഃഖിച്ചവരായി. തൈർദുർനിമിത്തൈർ നിധനം മത്വാ പ്രാപ്ത തമദ്വിത തൽപ്രാണാ തന്മനസ്കാസ്തേ ദുഃഖശോക ഭയാതുരാഹ. എല്ലാവർക്കും ശ്രീകൃഷ്ണനില് പരമപ്രേമുണ്ട്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളെയും എല്ലാ വ്യാപാരങ്ങളെയും ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിക്കണം എന്നുള്ള വിചാരപൂർവ്വം എല്ലാവർക്കും അതെ. ഭഗവാൻ സന്തോഷിക്കണം, ആ കണ്ണന് സന്തോഷാവണം. അതുകൊണ്ട് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണത്. എല്ലാവർക്കും രക്ഷാസ്ഥാനം കൃഷ്ണൻ തന്നെയാണ്. ഞങ്ങളുടെ രക്ഷാകർത്താവ്, ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണത് കൃഷ്ണനാണ് എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോ രാമൻ കൂടെ പോയിട്ടില്ല. അവര് ആദ്യം അറിഞ്ഞില്ല രാമൻ പോയിട്ടില്ല എന്ന്. എന്തോ ശരിക്ക് ശ്രീകൃഷ്ണന് ജീവഹാനി തന്നെ വന്നിരിക്കണമെന്നാണ്. അങ്ങനെയാണ് ഗോപന്മാര് ശങ്കിച്ചത്. പരമാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണൻ ഇതിനു മുമ്പ് പല അത്ഭുത ലീലകളും കാട്ടിയിട്ടുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണന് യാതൊരു അനിഷ്ടവും സംഭവിക്കുകയില്ലെന്ന് ഗോപന്മാർക്ക് വിചാരിക്കാൻ പറ്റില്ലേ? പക്ഷെ അതിസ്നേഹം അസ്ഥാനത്തിലും അനിഷ്ടശങ്ക, അതാണ്. ഇത്രയും സ്നേഹമാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ആ ശ്രീകൃഷ്ണനിലുള്ള അതിസ്നേഹം നിമിത്തം ഭഗവാന്റെ പരമസ്വരൂപ ആനന്ദ മഹാത്മ്യത്തെ ഗോപന്മാര് ആ തീരെ മറന്നുപോയി അവര്. എന്ന് മാത്രമല്ല, ഭഗവത് ലീലാശക്തി തന്റെ ഭക്തന്മാർക്ക് തന്നിൽ അതിപ്രേമം ജനിപ്പിക്കാൻ വേണ്ടി അവരെയും ഇങ്ങനെ മോഹിപ്പിക്കുകയാണ് ഭഗവാൻ, കൂടുതൽ പ്രേമം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആബാലവൃദ്ധവനിത സർവേംഗ പശുവൃത്തയ നിർജഗ്മു ഗോകുലാൽ ദീനാ കൃഷ്ണദർശനലാലസാഹ. ശിശുബ്രഹ്മർഷി പറയണു, ഹേ പൂജ്യനായ രാജാവേ, നന്ദൻ യശോദ മുതലായ മാതാപിതാക്കന്മാര് മാത്രമല്ല ഇങ്ങനെ വിഷമിച്ചത്. ഗോകുലത്തിലുള്ള ആ കുട്ടികളും വയസ്സരും സ്ത്രീകളും സകല ജനങ്ങളും കൃഷ്ണന് മരണം സംഭവിച്ചിരിക്കും എന്ന് തന്നെ അവരെല്ലാവർക്കും ഒരേപോലെ തോന്നി. കൃഷ്ണന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവര് വല്ലാത്ത ദുഃഖത്തിലായി. ഏത് ദിക്കിലായാലും വേണ്ടില്ല, കൃഷ്ണനെ ഇപ്പൊ ചെന്ന് നമുക്ക് കാണണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആ ഗോകുലം വിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. എല്ലാവർക്കും ഇതുപോലെ അങ്ങനെ ആലോചനക്കുറവ് വരുമോ എന്ന് വിചാരിക്കണ്ടെന്ന് പറയണം. ഗോകുലത്തിലുള്ളവരുടെ പ്രവൃത്തി, അവര് പശുപാലകരല്ലേ, അവര് മഹാവിവേകികളുമാണ്. എങ്കിലും ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ആ സ്നേഹാധിക്യ നിമിത്തം തങ്ങളെ തന്നെയും ഭഗവാന്റെ മഹാത്മ്യത്തെയും മറന്ന് ഇങ്ങനെ ക്ലേശിക്കാൻ തുടങ്ങിയവര്. എല്ലാവരും ഒരുപോലെ വിചാരിച്ചു, അങ്ങനെ വരില്ല എന്ന് ആരും പറഞ്ഞില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണന്.
എന്നാണ് അവരെല്ലാവരും വിചാരിച്ചിട്ട് ഓട്ടുകയാണ് എല്ലാവരും കൂടി. താൻ തഥാ കാതരാൻ വീക്ഷ്യ ഭഗവാൻ മാധവോ ബല പ്രഹസ്യ കിഞ്ചിന്നോവാച പ്രഭാവജ്ഞോ അനുജസ്യ ച. ഇങ്ങനെ ഗോപന്മാരെല്ലാവരും പുറപ്പെടുന്ന കണ്ടപ്പോ ബലരാമൻ ഉള്ളുകൊണ്ട് ചിരിച്ചു. എന്താ ഇവർക്ക് ഇങ്ങനെ പറ്റിയത്? കൃഷ്ണൻ എന്താ അവിടെ ചെയ്തിരിക്കണതെന്നും, കാളിയനെ കൊല്ലാനുള്ള പുറപ്പാടാണ്, അത് ഇവരുടെ മുമ്പിൽ വെച്ചിട്ട്, അച്ഛന്റെ അമ്മയുടെ ഈ ഗോപന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യണം എന്നാണല്ലേ കണ്ണന്റെ വിചാരം. മനസ്സിലായി ബലരാമേട്ടന്. അതൊന്നും അവരോട് പറഞ്ഞില്ല. ജ്ഞാന ഐശ്വര്യങ്ങളൊക്കെ നിറഞ്ഞ ആളല്ലേ. തന്റെ അനുജനായ പരമാനന്ദ സ്വരൂപിന്റെ മാഹാത്മ്യം മുഴുവനും അറിഞ്ഞ ആളാണ്. അതുകൊണ്ട് ഭഗവാൻ കാളിയബദ്ധനായിരിക്കുന്നതും ഗോപന്മാരെല്ലാം ആ മഹോത്സവം കാണാൻ ഇപ്പോ ആ നദീതീരത്തിൽ എത്തണമെന്നാണ് ആ കൃഷ്ണന്റെ ഇച്ഛ എന്നും, കാളിയന് ഭഗവാനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ബലരാമേട്ടന് മനസ്സിലായി. എന്നാ ഒന്നും ഇവരോട് അതൊന്നും പറഞ്ഞില്ല. ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളൊന്നും പേടിക്കണ്ട, കണ്ണനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും അവര് കേൾക്കണില്ല. അതാണ് ഇവിടെ മാധവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ മാധവോ ബല. ഇവിടെ മാ എന്ന് പറഞ്ഞ വിദ്യ, ധവൻ ഭർത്താവ്, വിദ്യയുടെ നാഥൻ. അതാരാ? ആദിശേഷൻ. ആദിശേഷന്റെ അവതാരല്ലേ ബലരാമസ്വാമി. സകല വിദ്യകളും അറിഞ്ഞവനാണ്. അതുകൊണ്ട് ആ ശേഷാവതാരഭൂതനായ ബലരാമനും സർവവിദ്യാനിധിയാണ്. അതുകൊണ്ട് ഗോപന്മാരെ സമാധാനിപ്പിക്കാൻ ശക്തനാണെന്ന് അർത്ഥം. എങ്കിലും അത് കൂടെ അങ്ങോട്ട് ഓടിപ്പോയി എന്നല്ല, അവരുടെ കൂടെ തന്നെ ബലരാമേട്ടനും പോയി. വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ചിരിച്ചോണ്ട് പറഞ്ഞു വെച്ചാലും കൂടുതലൊന്നും പറയാൻ പോയില്ല എന്ന് അവരോട്. എന്താന്ന് വെച്ചാൽ കാണുമല്ലോ, അവരെല്ലാരും അവിടെ ചെന്ന കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണം എന്നുള്ള മട്ടില് ബലരാമസ്വാമി ഒന്നും മിണ്ടാതിരുന്നു. തേ അന്വേഷമാണാദൈതം കൃഷ്ണം സൂചിതയാ പദൈ ഭഗവല്ലക്ഷണേർജഗ്മു പദവ്യായമുനാതടം. ഗോകുലത്തുനിന്ന് പുറപ്പെട്ട ആ ഗോപന്മാര് ഭഗവാന്റെ സഞ്ചാരം എവിടേക്കാ പോയിരിക്കണേന്ന് അവര് മനസ്സിലായി. അപ്പൊ കാലടി ഇങ്ങനെ കണ്ടു. ആ കാളിയന്തി തീരത്തിലേക്ക് ഉള്ള കാലടിപ്പാടുകള് കണ്ടു അവര്. വജ്രം, അങ്കുശം, ശംഖം, ചക്രം മുതലായ രേഖകൾ പതിഞ്ഞു കാണുന്ന കാലടികൾ കാണുന്ന ദിക്കിൽ കൂടി അങ്ങനെ സഞ്ചരിച്ചു. അവർക്കറിയാം ഭഗവാന്റെ കാലടിപ്പാട്. ഭഗവാന്റെ ആ പാദകമലത്തിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ഗോപന്മാരെ അറിഞ്ഞിട്ടുണ്ട്. അവര് ഇതിനു മുമ്പ് ധാരാളം കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ വഴി കണ്ടുപിടിച്ച് സഞ്ചരിച്ച് മെല്ലെ മെല്ലെ അവര് യമുനാതീരത്തെത്തി. അങ്ങനെ ലക്ഷണങ്ങള്, അതായത് സത്യം ജ്ഞാനം അനന്തം എന്ന ആ സ്വരൂപ ലക്ഷണങ്ങൾ അത് അറിഞ്ഞവർക്ക് മാത്രമേ ഭഗവത് സാന്നിധ്യം സിദ്ധിക്കുള്ളൂ എന്നാണ് ഇവിടെ അതിന്റെ സൂചന. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ